ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് തോമസ് കോശി എന്നാണ്. എൻ്റെ സ്വദേശം കുണ്ട്രയാണ്. എൻ്റെ ചാനലിൻ്റെ പേര് പാരഡൈസ് ട്രാവൽ ആൻഡ് ഈറ്റ് എന്നാണ്. ഞാനിപ്പോൾ ഒരു യാത്ര പോവുകയാണ് കുട്ടനാട്ടിലേക്ക്. ആദ്യമായിട്ടാണ് ഞാൻ കുട്ടനാട് യാത്ര ചെയ്യുന്നത്. വളരെ മനോഹരമായ സ്ഥലമാണ് കുട്ടനാട്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലും കൂടി എത്തിക്കുക. ഒരു പ്രോത്സാഹനം തന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്നോടൊപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കസിൻസായ സുബീഷും ജോയിയും ഒപ്പം യാത്ര ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ സാരഥിയായ ലിജോയുണ്ട്. ലിജോ, ഹായ്. അങ്ങനെ ഞങ്ങൾ കുട്ടനാട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. ഞങ്ങളിപ്പോൾ വന്നത് തൃശ്ശൂർ, നെല്ലിക്കുഴി, തൃശ്ശൂർ എന്ന രണ്ട് ഫർണിച്ചർ, തൃശ്ശൂരിൽ നെല്ലിക്കുഴിയിലും തൃശ്ശൂരുള്ള ചൊവ്വൂർ എന്ന ഫർണിച്ചർ ഗ്രാമത്തിലും പോയി കുറച്ച് ഫർണിച്ചർ സെലക്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഞങ്ങളവിടെ പോയിട്ട് തിരികെ വരികയാണ്. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരികെ ജോയിയുടെ വീട്ടിലേക്ക്, കുട്ടനാട്ടിലാണ് നമ്മുടെ ജോയിയുടെ വീട്, ജോയിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നും ബൈപ്പാസിലേക്ക് കടന്നിരിക്കുകയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ്, AC റോഡിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഇതൊക്കെയും. നോക്കൂ, നല്ല പുഴകളും വള്ളങ്ങളൊക്കെ കിടക്കുന്നുണ്ടോ, പുഴകളും കനാലുകളും ആറുകളും. വളരെ മനോഹരമായ സ്ഥലം. ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കുട്ടനാട് പ്രദേശത്ത് എസ്പെഷ്യലി ഞാൻ ആദ്യമായി യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു ഫീലിംഗ്. വളരെ നല്ല സ്ഥലമാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ AC റോഡിൽ കൂടി യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പ്രകൃതിയുടെ മനോഹാരിതയും, നമ്മുടെ റോഡിന് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്ത റോഡാണ്. നല്ല വീതിയിൽ രണ്ട് വണ്ടിക്ക് നല്ല രീതിയിൽ പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ഈ റോഡിനുണ്ട്. എപ്പോഴും പല പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായിട്ടും നശിച്ചു പോകാത്ത ഒരു റോഡാണ്. അതായത് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന റോഡാണ്. ഈ സ്ഥലങ്ങളിൽ ചെറിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ തന്നെയും ഈ സ്ഥലങ്ങൾ ഫുള്ള് വെള്ളം നിറയും, റോഡൊക്കെ നിറയുന്ന സ്ഥലങ്ങളാണ്. എങ്കിലും ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വയലേലകൾ ധാരാളമുണ്ട്, പുഴകൾ, ആറുകൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ഭംഗി നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ പറ്റും. നിങ്ങളൊരു ട്രാവലർ ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, പ്രകൃതിയുടെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ റോഡിലൂടെ സഞ്ചരിക്കുക. ഒരു വട്ടമെങ്കിലും കുടുംബമായി സഞ്ചരിക്കണമെന്ന് പലവട്ടം ആഗ്രഹിച്ചെങ്കിലും ഇന്നുവരെ നടന്നിട്ടില്ല. ഇപ്പോഴാണ് ഇതിനൊരു അവസരം വന്നത്. ഇനിയും ഞങ്ങൾ കുടുംബമായി ഈ റോഡിൽ കൂടി ഒരിക്കൽ യാത്ര ചെയ്തതായിരിക്കും, അധികം താമസിക്കാതെ തന്നെ. കുട്ടനാടിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്ന് പറയുന്നൊരു പ്രത്യേക ഫീലിംഗ് ആണ് നമുക്ക്. നമ്മുടെ നശിച്ചുകൊണ്ടിരിക്കുന്ന വയലേലകളും പുഴകളും തോടുകളും ആറുകളും ഒക്കെയും കാണുന്നതിനും അത് ഈ നമ്മുടെ നാട്ടിൽ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പുവരുത്താനും നല്ലൊരു അവസരമാണ് ഈ യാത്രയിൽ. ഇപ്പോൾ കാണുന്ന കുറച്ച് വയലേലകളാണ്. എല്ലാം വെള്ളം, ഒരു സൈഡ് മൊത്തം വെള്ളം കെട്ടിക്കിടക്കുന്നു, മറു സൈഡിൽ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഒരു ആനവണ്ടി പോകുന്നുണ്ട്. നല്ല റോഡാണ്. ഞങ്ങളത് ഈ റോഡിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാരഡൈസ് ട്രാവൽ ആൻഡ് ഈറ്റ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അതുപോലെ പാരഡൈസ് ട്രാവൽ ആൻഡ് ഈറ്റ് എന്നുള്ള ഒരു ഫേസ്ബുക്ക് പേജ് കൂടി എനിക്കുണ്ട്. അതും കൂടി എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യത്തെ വീഡിയോ ആണ്, ഇതിനകത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. എങ്കിലും സദയം നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. വീണ്ടും വീഡിയോകൾ ഉടനെ വരുന്നതായിരിക്കും. നെല്ലിക്കുഴി എന്ന ഫർണിച്ചർ ഗ്രാമത്തെക്കുറിച്ചൊരു വീഡിയോ അധികം താമസിക്കാതെ വരുന്നതായിരിക്കും. അത് നല്ലൊരു സ്ഥലമാണ്. ഒരുപാട് ഫർണിച്ചർ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ നെല്ലിക്കുഴി എന്ന് പറയുന്നത്. കോതമംഗലത്തിനും പെരുമ്പാവൂരിനും ഇടയ്ക്കാണ് ഈ സ്ഥലമുള്ളത്. ഒരു ഫർണിച്ചർ വില്ലേജാണ്. അതിനെക്കുറിച്ച് വിശദമായൊരു വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും ഈ ചാനലിൽ തന്നെ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി എത്തിക്കുക. എല്ലാവരും ഒരിക്കലെങ്കിലും ഈ സ്ഥലം വന്ന് കാണുക. എന്ന് നോക്കൂ, വളരെ മനോഹരമായ വയലേലകളും കൃഷിയിടങ്ങളുമാണ് നമ്മൾ കാണുന്നത്. രണ്ട് സൈഡിലും വിശാലമായ നോക്കത്ത ദൂരത്തുള്ള വയലേലകൾ കണ്ടോളൂ. ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ ഹുവായ് മേറ്റ് 10 Pro എന്ന മൊബൈലിലാണ്. ക്യാമറയൊന്നും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ പോരായ്മകൾ ധാരാളമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുക. ഒരു
1K എങ്കിലും സബ്സ്ക്രൈബ് ആയിക്കഴിഞ്ഞാൽ ഒരു ക്യാമറ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, 100 കടന്നിട്ടേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് വീഡിയോ അവസാനം വരെ എല്ലാവരും കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. തുടർന്ന് കണ്ടുകൊണ്ടേയിരിക്കുക. Hate to love it. Hate to love the way you keep me burning. Burning for your touch when you don't give it. Give it to me only when you need it. I know you need it. But when you come my way, when you come my way, put it all on me, but you never stay. Ain't going home tonight. Unless you come with me. Don't say goodbye, bye, 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 bye. Stay one more night, 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 night. You make it right. Don't say goodbye. Don't say goodbye, bye, bye, bye. Stay one more night, 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 night. You make it right. Don't say goodbye. Love me wanting something by me craving, get you going. A taste in every space that we're alone in. And tease me on the dance floor till the morning, yeah, till the morning. But when you come my way, when you come my way, put it all on me, but you never stay. Ain't going home tonight. Unless you come with me. Don't say goodbye, bye, 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 bye. Stay one more night, 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 night. You make it right. Don't say goodbye. Don't say goodbye, bye, bye, bye. Stay one more night, 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 night. You make it right. Don't say goodbye. The way you play me, I can't control. Just wanna be the one who can take you home. You tell me that you want it too, but keep me waiting. Don't say goodbye, bye, 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 bye. Stay one more night, night, night. You make it right. Don't say goodbye. Bye, 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 bye. Night, 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 night. Don't say goodbye.
ഏറ്റവും വരുന്ന കറികൾ കിട്ടുന്നതെന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ കുട്ടനാട് പ്രദേശത്തേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പം വണ്ടി ഒരിടത്ത് നിർത്തി. ഒരുപാട് ധാരാളം മുട്ടയും താറാമുട്ടയും താറാവിനെയൊക്കെ കിട്ടുന്നൊരു സ്ഥലം അവിടെ നിർത്തിയിട്ടുണ്ട്. വണ്ടി ഇച്ചിരി പുറകോട്ടെടുക്കുന്നു. അവിടെ വില ചോദിക്കാനായിട്ട് ജോയി ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇറങ്ങി അവിടെ വില ചോദിച്ചിട്ട് നമുക്ക് റീസണബിൾ വിലയാണെങ്കിൽ നമ്മൾ അവിടുന്ന് വാങ്ങിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു അടിപൊളി ഫാമുണ്ട്. ആ ഫാമിൽ നമ്മൾ താറാവിനെയും മുട്ടയൊക്കെ വാങ്ങിക്കാനുള്ള പ്ലാനിങ് ഉണ്ട്. നമുക്ക് വളരെ ഇടുങ്ങിയ റോഡുകളാണ്. അതുകൊണ്ട് രണ്ട് വണ്ടിക്ക് പോകാൻ വളരെ കഷ്ടിച്ചാണ്. ഒരു സൈഡിൽ വിശാലമായ കായൽ. വീണ്ടും നമ്മൾ വില ചോദിച്ചപ്പോൾ അവിടെ ഒരു താറാവിന് 330 രൂപ വില പറയുന്നു. നമ്മൾ അതുകൊണ്ട് അവിടുന്ന് വാങ്ങിച്ചില്ല. മുന്നോട്ട് പോയാൽ കുറച്ചുകൂടെ കുറഞ്ഞ് കിട്ടുമോയെന്നറിയാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കായലിൻ്റെ നടുക്കായിട്ടൊരു അടിപൊളി വീട് കാണുന്നുണ്ട്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോയിട്ട് നല്ല സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഫാമിലേക്ക് കയറിയിരിക്കുകയാണ്. ആ ഫാമിൽ ധാരാളം താറാവ് നമുക്ക് കാണാം. ഒരുപാട് താറാവ് ഉണ്ടോ, കൂട്ടമായിട്ട് താറാവ് നിൽക്കുന്നുണ്ടോ? എല്ലാവരും നോക്കൂ. കൂട്ടമായിട്ട് കരയിലും കായലിലുമായിട്ട് താറാവുണ്ട്. പകുതി താറാവ് കായലിലും പകുതി കരയിലുമായിട്ടാണ് നിൽക്കുന്നത്. അവർ വല കിട്ടിയിട്ടുണ്ട് താറാവ് ദൂരോട്ട് പോകാതിരിക്കാൻ. ഈ വലയ്ക്കകത്ത് ഉള്ള ഏരിയയിൽ വെള്ളത്തിലും കരയിലുമായിട്ട് താറാവിന് യഥേഷ്ടം സഞ്ചരിക്കാനും വസിക്കുവാനും സാധിക്കും. അങ്ങനെ നമ്മളവിടെ ഒരു താറാവിന് വില ചോദിച്ചു. ഇപ്പോൾ 300 രൂപ ഒരു താറാവിന്. അപ്പോൾ നമ്മളൊരു 5 താറാവിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കട്ട് ചെയ്ത് ഇപ്പോൾ തരാമെന്ന് പറഞ്ഞതാണ്. ചേച്ചിയാണ് താറാവിനെ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. അവിടുത്തെ ചേച്ചി അവിടെ കുറേ സ്ത്രീകളാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. താറാവുകളെ അവർ തന്നെ വൃത്തിയാക്കി കണ്ടിച്ച് കട്ട് ചെയ്ത് നമുക്ക് തരും. രണ്ട് ചേച്ചിമാർ താറാവിനെ പിടിക്കാൻ പോയിരിക്കുന്നു. നമുക്കുള്ളത് താറാവില്ലാപ്പോഴത്തേക്കും എല്ലാം വെള്ളത്തിലോട്ടിറങ്ങി. ഇത് നല്ല സെറ്റപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പം ഇതിനടുത്ത് തന്നെ ഒരു നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ട്. നല്ല നാടൻ കുട്ടനാടൻ ടേസ്റ്റിലുള്ള ഫുഡ്. നമ്മൾ അങ്ങോട്ട് നടന്നു പോകാനുള്ള പരിപാടിയാണ്. അപ്പം വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ നാടൻ ഫുഡ് കിട്ടുന്ന അതൊരു കള്ള് ഷാപ്പ് കൂടിയാണ്. അവിടെ 4 ഫാമിലിയായിട്ട് റെസ്റ്റോറൻ്റ് ഉണ്ട്. AC റെസ്റ്റോറൻ്റ് ഉണ്ട്, അല്ലാത്ത റെസ്റ്റോറൻ്റ് ഉണ്ട്. ഒരുപാട് ഫാമിലികൾ വന്നവിടെ പിന്നെ ഭക്ഷണത്തിനായി വരുന്നുണ്ട്. അപ്പോൾ നാടൻ ഫുഡ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം സന്ധ്യാസമയമായി 5-5:30 ആകുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കാറായി. നമ്മളോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളും നടന്നു പോകുന്നു. ഒന്നിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ ആ കടയുടെ അടുത്തെത്തി. നല്ല പോളപ്പൂക്കളൊക്കെ കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇനിയും വീഡിയോകൾ തുടർന്നുണ്ടായിരിക്കും. അതുകൊണ്ട് എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ഇതിനെ ഷെയർ ചെയ്ത് ഒരു 1K-യിലെത്തിക്കാൻ എല്ലാവരും സഹായിക്കുക. അതിനുശേഷം നമ്മൾ ക്യാമറയൊക്കെ മേടിച്ച് പുതിയ നല്ല രീതിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ മൊബൈലിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ കണ്ടതിന് നന്ദി. നല്ല സന്ധ്യാസമയമാകുന്നു. സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. അപ്പം തുടർന്ന് അവസാനം വരെ എല്ലാവരും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.